കർത്താവിലെ ഏറ്റവും പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ലഭിക്കുന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇന്ന് വലിയ നോമ്പിലെ 3-ാം ഞായറാഴ്ചയാണല്ലോ, തേർഡ് സൺഡേ ഇൻ ഗ്രേറ്റ് ലെൻറ്റ്. ഇന്നത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ള ചിന്താവിഷയം സൗഖ്യത്തിലേക്ക് നയിക്കുന്ന വിശ്വാസം എന്നുള്ളതാണ്. ഫെയ്ത്ത് ദാറ്റ് ലീഡ്സ് ടു ഹീലിംഗ്. സൗഖ്യത്തിലേക്ക് നയിക്കുന്ന വിശ്വാസം. അതിന് ആധാരമായി ഇന്ന് ഏവൻഗേലിയനായി വായിച്ച വേദഭാഗം വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 5 വേഴ്സസ് 17 to 26. അവിടെ നമ്മൾ കാണുന്നത് യേശു പക്ഷവാതക്കാരനായ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ്. ജീസസ് ഹീൽസ് ദി പാരലിറ്റിക്. തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വിലയേറിയ തിരുവചനത്തിനായി നന്ദിയോടെ സ്തോത്രം. സൗഖ്യത്തിലേക്ക് നയിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിപ്പാനായിട്ട് ഒരുങ്ങുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. പ്രതികൂല സാഹചര്യങ്ങളിൽ പതറിപ്പോകാതെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കാൻ ഞങ്ങൾക്ക് സംഗതിയാക്കണം. അടിയൻ്റെ വായിലെ വാക്കുകളും എൻ്റെ മക്കളുടെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ തിരുവചന ധ്യാനത്തിൻ്റെ ടൈറ്റിൽ, തലക്കെട്ട്, സ്ട്രെച്ചർ കാരിയേഴ്സ് ആൻഡ് സർമൺ ക്രിറ്റിക്സ്. സ്ട്രക്ചർ കാരിയേഴ്സ് ആൻഡ് സർമൺ ക്രിറ്റിക്സ്. രോഗിയെ വഹിക്കുന്നവരും പ്രസംഗത്തെ വിമർശിക്കുന്നവരും. രോഗിയെ വഹിക്കുന്നവരും പ്രസംഗത്തെ വിമർശിക്കുന്നവരും. ഈ വേദഭാഗത്ത് നാം കാണുന്ന ചില പൊതുകാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ചിന്തകളിലേക്ക് പ്രവേശിക്കാം. ഇവിടെ നമ്മൾ വായിക്കുന്നു 17-ാമത്തെ വാക്യം. അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദ്യയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. One day as he was teaching, Pharisees and teachers of the law who had come from every village of Galilee and from Judea and Jerusalem were sitting there. And the power of the Lord was present with him. എല്ലാ ഇടത്തു നിന്നുമുള്ള പരീശന്മാരും ന്യായശാസ്ത്രിമാരും യേശു ഉപദേശിക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് പത്രോസിന്റെ വീടായിരുന്നു എന്ന് ഒരു അഭിപ്രായമുണ്ട്. വേറെ ചില ആളുകൾക്ക് വേറെ ചില ഇടങ്ങളാണ് എന്നുള്ള ഒരു അഭിപ്രായവും ഉണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, this is the first time that Luke tells us about these religious leaders at Jesus' meeting. എവിടെയാണ് മീറ്റിംഗ് നടന്നത് എന്നുള്ളത് നമുക്ക് നിശ്ചയമില്ലെങ്കിലും ലൂക്കോസിന്റെ വിവരണം അനുസരിച്ച് ആദ്യമായിട്ടാണ് പരീശന്മാരും ന്യായശാസ്ത്രിമാരും യേശുവിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് വരുന്നത്. ഇതിനു മുമ്പ് യേശു പ്രസംഗിച്ച ഇടത്തൊന്നും അവരെ കണ്ടതായി പറയുന്നില്ല. Why, with his spectacular healing, the testimony of a healed leper, and preaching trips throughout the region, Jesus is definitely on the religious leaders radar screen. ഈ നാളുകളിൽ യേശു ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ,
അവൻ്റെ ലാവണ്യ വാക്കുകൾ ഇതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്തതുകൊണ്ട് യേശുവിനെ ന്യായശാസ്ത്രിമാരും പരീശന്മാരും അവരുടെ നിരീക്ഷണത്തിലാണ് വച്ചിരിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. They have gathered, perhaps by common consent, to hear him with representatives if all the way from Jerusalem, the center of Judaism. യഹൂദ മതത്തിൻ്റെ കേന്ദ്രസ്ഥാനമായ യെരുശലേമിൽ നിന്ന് തുടങ്ങി എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള ന്യായശാസ്ത്രിമാരും പരീശന്മാരും യേശുവിൻ്റെ ഈ പ്രസംഗം, ഈ വാക്കുകൾ, പ്രവൃത്തികൾ കേൾക്കുന്നതിനും കാണുന്നതിനുമായി വന്നിട്ടുണ്ട്. The healing of the paralyzed is the first of several incidents Luke places in a row that indicate growing conflict with the religious establishment. ലൂക്കോസ് പല സൗഖ്യപ്പെടുത്തലുകളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് പറയുന്നത് ഈ പക്ഷവാത രോഗിയെ സുഖപ്പെടുത്തുന്ന കാര്യമാണ്. എല്ലാ സൗഖ്യപ്പെടുത്തലുകളിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, അവിടെ ഒരു ഏറ്റുമുട്ടലുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. When Jesus heals the paralytic, they question Jesus' authority to forgive sins. യേശു എന്താ അവനോട് പറഞ്ഞത്? മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഹൂ ഈസ് ഹീ ടു ഫോർഗീവ് സിൻസ്? പാപങ്ങളെ ക്ഷമിക്കാൻ ഇവൻ ആരാണ്? When he eats at a tax collector's house, they question Jesus' choice of friends. യേശു ഒരു ടാക്സ് കളക്ടറുടെ ചുങ്കം പിരിവുകാരൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചപ്പോൾ അവരൊക്കെ സംശയം പ്രകടിപ്പിക്കുകയാണ്, ഇവൻ്റെ കൂട്ടുകാരൊക്കെ ആരാണ്? ഇവൻ ഇവരുടെ കൂടെയാണോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്? കോൺഫ്ലിക്റ്റ്. ജീസസ് compares their legalistic religion to brittle old wineskins that can't hold the 40 new wine. യേശു ഇവരുടെ ഈ മനോഭാവത്തെ കണ്ടിട്ട് പറയുകയാണ്, പഴയ തോൽക്കുടങ്ങൾക്ക് പുതിയ വീഞ്ഞിനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കയില്ല എന്നാണ് കർത്താവ് പറയുന്നത്. ഫൈൻഡിങ് ഫോൾട്ട് with his disciples and his healing, they accused Jesus of Sabbath breaking. വേറെ ഒരു സന്ദർഭത്തിൽ യേശു ശബത്തിൽ അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ അവർ പറഞ്ഞു, ശബത്തിൽ ഇതൊന്നും ചെയ്തുകൂടാ, വേറെ 6 ദിവസം ഉണ്ടല്ലോ, അന്ന് എന്ത് വേണമെങ്കിൽ ചെയ്തോ, ശബത്തിൽ അരുത് എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം മുതൽ യേശു പ്രവർത്തിച്ചതും യേശു പറഞ്ഞതുമായ കാര്യങ്ങൾ യഹൂദ മതാധികാരികളെ വല്ലാതെ അലോസരപ്പെടുത്തി. അവരിങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു കൾമിനേഷനായിട്ടാണ് ഇന്ന് നമ്മൾ വായിച്ച ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം കഴിഞ്ഞിട്ടുള്ള 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, ലൂക്ക് 6:11. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടുവെന്ന് തമ്മിൽ ആലോചന കഴിച്ചു. They were furious and began to discuss with one another what they might do with Jesus. ഈ യേശുവിനെ എന്താണ് ചെയ്യേണ്ടത്? ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല എന്ന് യേശുവിൻ്റെ പ്രവർത്തികളും വാക്കുകളും കാണുകയും കേൾക്കുകയും ചെയ്ത ന്യായശാസ്ത്രിമാരും പരീശന്മാരും തീരുമാനിക്കുകയാണ്. The plots continue and finally culminate in Jesus' crucifixion. ഈ ഗൂഢാലോചന വളർന്ന് യേശുവിൻ്റെ ക്രൂശീകരണത്തിലാണ് കലാശിക്കുന്നത്. അപ്പോൾ ന്യായശാസ്ത്രിമാരും പരീശന്മാരും യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നതിൻ്റെ ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ഒരു പശ്ചാത്തലം, സ്ട്രെച്ചർ കാരിയേഴ്സ് ആൻഡ്
versus Pharisees and teachers. ഈ രോഗിയെ ചുമക്കുന്നവരും പരീശന്മാരും ശാസ്ത്രിമാരും. There are numerous lessons to be learned from this miracle. I will underscore just a few. 1. Our text serves to contrast the faith of the stretcher carriers with the unbelief of the Pharisees and teachers of the law. ഒന്നാമത് എന്താ കാണുന്നത്? ഈ രോഗിയെ ചുമക്കുന്നവരുടെ വിശ്വാസവും യേശുവിനെ കാണുവാനും കേൾക്കുവാനും വന്നിരിക്കുന്ന പരീശന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും അവിശ്വാസവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ. The stretcher carriers believed Jesus. The Pharisees and teachers were skeptical. ചുമന്നുകൊണ്ട് വന്നവർക്ക് പൂർണ്ണ വിശ്വാസം യേശുവിലുണ്ട്. എന്നാൽ ഇത് കാണാനും കേൾക്കാനും വന്നവർ സ്കെപ്റ്റിക്കലാണ്. അവർക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. 2. The stretcher carriers were persistent in their efforts to reach Jesus. The Pharisees and teachers were resistant, increasingly drawing back from Jesus. ഈ വയ്യാത്ത മനുഷ്യനെ ചുമന്നുകൊണ്ട് വരുന്നവർ എങ്ങനെയും യേശുവിൻ്റെ അടുക്കലെത്താൻ ശ്രമിക്കുകയാണ്. They were trying to reach Jesus. മറ്റേവരോ അവിടെ പറയുന്നത് they were resistant. അവരെതിർത്ത് നിൽക്കുകയാണ്, യേശുവിൽ നിന്ന് അകലുന്നതായി അവിടെ പറഞ്ഞിരിക്കുകയാണ്. 3. Stretcher carriers overcame different obstacles to get to Jesus. The Pharisees and the teachers were obstacles keeping others from Jesus. ഈ വയ്യാത്ത മനുഷ്യനെ ചുമക്കുന്നവർ പ്രതിസന്ധികളെ തരണം ചെയ്ത് യേശുവിൻ്റെ അടുക്കൽ ഇവനെ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പരീശന്മാരും ന്യായശാസ്ത്രിമാരുമോ തടസ്സങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. They were trying to overcome the obstacles. Stretcher carriers. The Pharisees and teachers of the law were trying to create obstacles. തടസ്സം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. 4. The stretcher carriers wanted others to benefit from the blessings which Jesus bestowed on human beings. The Pharisees and teachers rejected his blessings and cared little about others benefiting from Jesus. ഇവനെ ചുമക്കുന്ന ആളുകളുടെ താല്പര്യം എന്താണ്? ദൈവം മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഖ്യവും സമാധാനവും ഇവന് കിട്ടണം. എന്നാൽ പരീശന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും മനോഭാവം എന്താണ്? ഇവന് യാതൊരു അനുഗ്രഹവും കിട്ടാൻ പാടില്ല. അതാണ് അവരുടെ ആഗ്രഹം. If you stop to think of it, not once in any of the Gospels do you find a teacher or a Pharisee bringing anyone to Jesus for mercy and grace. ഈ 4 സുവിശേഷങ്ങളും നിങ്ങൾ പഠിച്ചാൽ അവിടെ ഒരിടത്ത് പോലും നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല ഒരു പരീശനോ ന്യായശാസ്ത്രിയോ ഒരാളെ യേശുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ പലയിടങ്ങളിലും യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതിൽ നിന്ന് അവരെ തടയുന്ന പരീശരെയും ന്യായശാസ്ത്രിമാരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. You often find them opposing and resisting people who wish to draw near to him, Jesus. 5. The Pharisees and teachers had to reject their own logic and theology to reject Jesus as the Son of God. പരീശന്മാരും ന്യായശാസ്ത്രിമാരും
അവരുടെ ബുദ്ധിയും അവരുടെ യുക്തിയും അവരുടെ ദൈവശാസ്ത്രത്തിലുള്ള അറിവും ഉപയോഗിച്ച് യേശു ദൈവപുത്രനല്ല എന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മൾ അവിടെ കാണുന്നുണ്ട്, ഈ മനുഷ്യനെ ചുമന്നുകൊണ്ടുപോയവർ അവര് പൂർണ്ണമായി വിശ്വസിക്കുകയാണ്, ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്, അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. They saw, means who? Pharisees and teachers, themselves as righteous and suspected Jesus to be a sinner. പരീശനും ശാസ്ത്രിയും പറയുകയാണ്, ഞങ്ങൾ നേരും നീതിയുമുള്ളവരാണ്, നീ ഒരു പാപിയാണ്. അവർ യേശുവിനെ ഒരു പാപിയായും തങ്ങളെ തന്നെ നീതിയുള്ളവരായും ന്യായീകരിക്കും എന്നാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ വിചിത്രമായ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കണ്ടു, ആദ്യമായി യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ എല്ലായിടത്തു നിന്നും, മതകേന്ദ്രമായ യെരുശലേം ഉൾപ്പെടെയുള്ളിടത്തു നിന്ന് പരീശന്മാരും ന്യായശാസ്ത്രിമാരും വന്നിരിക്കും. രണ്ടാമതായിട്ട് പരീശരും ന്യായശാസ്ത്രിമാരും ഈ വയ്യാത്ത മനുഷ്യനെ ചുമന്നവരും തമ്മിലുള്ള 5 വ്യത്യാസങ്ങൾ. ഇനി എന്താണ് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് ഇന്ന് പഠിക്കാനായിട്ട് ഉള്ളത്? 3 ചെറിയ ചിന്തകൾ. What made the miracle possible? The Pharisees and teachers of the law were trying to create obstacles to stop Jesus to perform miracle in this paralytic man's life. എന്നാൽ എന്താണ് യേശു ഇവനെ സൗഖ്യമാക്കുന്നതിലേക്ക് നയിച്ചത്? ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, to be in the right company. To be in the right company. There is a proverb. Tell me who is your friend. I will tell you who you are. ഒന്നാമത്തെ ചിന്ത, എല്ലായ്പ്പോഴും നല്ല സൗഹൃദങ്ങളിൽ ആയിരിക്കുക, നല്ല സൗഹൃദ കൂട്ടായ്മകളിൽ ആയിരിക്കണം. To be in the right company. ഇങ്ങനെയൊരു ചൊല്ലുണ്ട്, നിന്റെ സ്നേഹിതർ ആരാണെന്ന് എന്നോട് പറയുക, നീ ആരാണെന്ന് ഞാൻ നിന്നോട് പറയാം. In this miracle, the 4 great friends were a real blessing for the paralytic man. ഈ കഥയിലെ, ഈ സംഭവത്തിലെ 4 സ്നേഹിതർ ഈ പക്ഷവാതക്കാരനായ തളർവാദ രോഗിയായ മനുഷ്യന്റെ നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കൾ ആയിരുന്നു. These friends in this miracle turned out to be the reason for this miracle. ഈ 4 സ്നേഹിതരാണ് ഇവന്റെ സൗഖ്യത്തിന് കാരണക്കാരായി തീർന്നത്. We do not know if the paralytic man was once healthy and was a close friend of these 4 people, or if these 4 men were relatives or close friends of the family to which the paralytic man belonged. ഇവന് ചെറുപ്പത്തിലൊന്നും ഈ കുഴപ്പമില്ലായിരുന്നു, കുറെ കഴിഞ്ഞിട്ടാണ് ഈ തളർച്ച വന്നത് എന്ന് ചിന്തിക്കാം. ഇവന് രോഗം വരുന്നതിന് മുൻപേ ഇവൻ ഇവരുടെ കൂട്ടുകാരനായിരുന്നു എന്ന് ചിന്തിക്കാം. അല്ലെങ്കിൽ ഈ വയ്യാത്ത മനുഷ്യന്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ആയിരിക്കാം ഈ 4 പേർ എന്ന് ചിന്തിക്കാം. ഇടവകയിലെ 4 പേരായിരിക്കാം എന്ന് ചിന്തിക്കാം. Anyway, he was blessed to have friends, such friends like them. എന്ത് കാരണമായിരുന്നാലും ഒരു കാര്യം ശ്രദ്ധേയമാണ്, അനുഗ്രഹിക്കപ്പെട്ട 4 കൂട്ടുകാരുള്ളവനായിരുന്നു ഈ തളർവാദ രോഗിയായ മനുഷ്യൻ.
Anyway, he was blessed to have the help of 4 good people who believed in Jesus. യേശുവിൽ വിശ്വസിച്ചിരുന്ന, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചിരുന്ന 4 പേരെ കൂട്ടുകാരായി കിട്ടിയെന്നുള്ളതാണ് ഈ മനുഷ്യന്റെ ഭാഗ്യം. To be in the right company is an amazing blessing for anyone in their life. If we have good friends to share our problems and help us deal with them in the right sense, it is a great comfort we can have at time of distress. At the same time, wrong choices in our friends may ruin our lives. Let us make our choice in the light of Christian values and never compromise with them. Heavenly blessings will flow every instance of our life. ഒന്നാമത്തെ ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ആരാണ് നമ്മുടെ സ്നേഹിതർ? ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി അവന്റെ സ്നേഹിതർ യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാത്ത കൂട്ടുകെട്ട് നമ്മളെ ദൈവമില്ലാത്ത അനുഭവത്തിലേക്ക് നയിക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? നല്ല സ്നേഹിതരാണ്. ഞാൻ ഈ രാവിലെ ഈ നോമ്പിന്റെ 3-ാം ഞായറാഴ്ച ഒരു ചോദ്യം ചോദിച്ച് ഒന്നാമത്തെ ചിന്ത അവസാനിപ്പിക്കുകയാണ്. എത്ര യഥാർത്ഥ സ്നേഹിതർ നിങ്ങൾക്കുണ്ട്? നിങ്ങൾ എത്ര ആളുകളുടെ യഥാർത്ഥ സ്നേഹിതരാണ്? യഥാർത്ഥ എന്നുള്ള വാക്ക് ഇൻവേർട്ടർ കോം. നിങ്ങൾക്ക് എത്ര ആത്മാർത്ഥ സ്നേഹിതർ ഈ പള്ളിയിൽ ഉണ്ട്? സ്നേഹിതരുണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാവരും സ്നേഹിതരാണ്. എന്നാൽ എത്ര ആത്മാർത്ഥ സ്നേഹിതർ ഉണ്ട്? നിങ്ങൾ എത്ര പേരുടെ ആത്മാർത്ഥ സ്നേഹിതരാണ്? ഈ നോമ്പുകാലം നല്ല സ്നേഹിതരായി തീരാൻ, നല്ല സ്നേഹിതരാകാൻ നമുക്ക് സാധിക്കണം. ഇംഗ്ലീഷിലൊരു കവിതയുണ്ട്, അതിൻ്റെ മലയാളം ഇങ്ങനെയാണ്: ഞാനൊരു സ്നേഹിതനെ തേടി അലഞ്ഞു, എന്നാൽ എനിക്ക് ഒരു സ്നേഹിതനെ കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ ഞാനൊരു സ്നേഹിതനായി തീർന്നപ്പോൾ എനിക്ക് ധാരാളം സ്നേഹിതരെ കിട്ടി. നമുക്ക് നല്ല സ്നേഹിതരാകാം. നല്ല വിശ്വാസി എപ്പോഴും നല്ല സ്നേഹിതർ ആയിരിക്കും. രണ്ടാമത്തെ ചിന്ത, ടു ബി ഇൻ യൂണിറ്റി ഫോർ ദ റൈറ്റ് കോസ്. ടു ബി ഇൻ യൂണിറ്റി ഫോർ ദി റൈറ്റ് കോസ്. നല്ല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഐക്യതപ്പെടാൻ നമുക്ക് സാധിക്കും. നല്ല കാര്യങ്ങളിൽ ഐക്യതയുള്ളവരായി നമ്മൾ തീരണം. The 4 people in this miracle shared the same spirit. ഈ അത്ഭുത കഥയിലെ 4 സ്നേഹിതരും പങ്കുവച്ച ആത്മാവ് ഒന്ന് തന്നെ ആയിരുന്നു. When they approached the house where Jesus was, nobody was willing to make way for the paralytic man. യേശു ഇരിക്കുന്ന വീട്ടിൽ ഈ പക്ഷവാത രോഗിയും ചുമന്നുകൊണ്ട് ചെന്നപ്പോൾ അവനെ കടത്തിവിടാൻ ആരും തയ്യാറായിരുന്നില്ല. The crowds were neither concerned nor sympathetic towards the sick man. ഈ ആൾക്കൂട്ടം ഇവനോട് യാതൊരു അടുപ്പവും ഒരു സഹതാപവും കാണിച്ചില്ല.
giving chance to the needy to get closer to Jesus is as important as being closer to Jesus. മനസ്സിലായോ? യേശുവിനെ ആവശ്യക്കാർ കാണാൻ സഹായിക്കുന്നത് യേശുവിനോട് അടുത്ത് നിൽക്കുന്ന നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നാം വായിക്കുന്നു, none of them had any difference in their ultimate goal. ഈ 4 പേരിൽ ഒരാൾക്ക് പോലും അവരുടെ ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ച് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. എന്തുവായിരുന്നു അവരുടെ ആത്യന്തിക ലക്ഷ്യം? ഈ മനുഷ്യനെ യേശുവിൻ്റെ മുൻപിൽ ഇറക്കി വയ്ക്കും, അവൻ യേശുവിൽ നിന്നുള്ള സൗഖ്യം വാങ്ങിക്കൊടുക്കണം. That was their ultimate aim. They were willing to take any hardship for the cause. അതിനുവേണ്ടി എന്ത് കഷ്ടവും സഹിക്കാൻ ഈ 4 പേരും ഒരുമിച്ച് തീരുമാനിച്ചിരുന്നു എന്നാണ് കാണുന്നത്. Removing the roof of the house and slowly letting the paralytic man down with his bed needed a lot of coordination and care. കാരണം ഈ സ്ട്രെച്ചറിൽ കിടക്കുന്നയാള് രോഗിയാണ്, അവന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അവനെ ഇറക്കുന്നതും താക്കുന്നതും എല്ലാം വളരെ വളരെ ശ്രദ്ധിക്കണം. ഒരാളുടെ കൈ അല്പം കൂടുതൽ അയഞ്ഞു പോയാൽ ഈ മനുഷ്യൻ താഴെ പോകും. ഒരുപോലെ വേണം ഇറക്കാനായിട്ട്, മുകളിൽ നിന്നുള്ള ഇറക്കാണ്. ഷെയറിംഗ് ദ സെയിം സ്പിരിറ്റ് ആൻഡ് ഡിറ്റർമിനേഷൻ ആൻഡ് അൺകോംപ്രമൈസിംഗ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് their goal made that miracle happen. യാതൊരു തടസ്സവുമില്ലാതെ, യാതൊരു ഭിന്ന അഭിപ്രായങ്ങളുമില്ലാതെ ഒരുമിച്ച് ഒരേപോലെ ഈ മനുഷ്യനെ താഴെ ഇറക്കി വെച്ചതുകൊണ്ടാണ് അവന് സൗഖ്യം പ്രാപിപ്പാനായിട്ട് സാധിച്ചത്. If we unite for any right cause, share the same spirit and determination, God will bless us with His miracle. ഞാനും നിങ്ങളും ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ, ഒരു നല്ല കാര്യത്തിൽ ഒരു മനസ്സോടെ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് പ്രവർത്തിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുതം നമ്മുടെ മുൻപിലും സാധ്യമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ നാളുകളിൽ ഇടവക ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ആഗ്രഹിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ നന്മകളൊക്കെ. ഇന്നിവിടെ ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. For the last many years we were all praying, we were working hard. നമ്മൾ അന്യോന്യം സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഓർക്കണം, to be in unity for the right cause is very very important. Definitely that will lead us to God's miracle, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ. എന്നാൽ ഇന്ന് സഭയിലും സമൂഹത്തിലും ഇടവകയിലും വ്യക്തി ജീവിതങ്ങളിലുമൊക്കെ ഒരുപാട് സ്വാർത്ഥത കടന്നു വരുന്നുണ്ട്. ഞാൻ പറയുന്നത് നടക്കണം, ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ നടക്കാൻ പാടില്ല. ഇതൊക്കെ വളരെ സില്ലിയായിട്ടുള്ള കാര്യമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ്. ഇതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, വേർ വി ഹാങ് അവർ ഹാറ്റ്. എവിടെയാണ് ഞാൻ എൻ്റെ തൊപ്പി തൂക്കുന്നത്? Dan Erickson tells a story all too familiar in the annals of the church history. In the 1890s, there was a small Baptist church in Mayfield County, Kentucky. കെൻറ്റക്കിയിലുള്ള മെയ്ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ ബാപ്റ്റിസ്റ്റ് പള്ളി ഉണ്ടായിരുന്നു. The church had 2 deacons who were constantly arguing and bickering. ആ പള്ളിയിൽ 2 ശമാശന്മാരുണ്ടായിരുന്നു. അവർ തമ്മിൽ എപ്പോഴും വഴക്കാണ്. One of them
put a small wooden peg on the back wall of the pastor vestry, so that pastor could hang up his hat. ഇത് അമേരിക്കയിലെ കഥയാണ്. അവിടെ തണുപ്പ് രാജ്യമാണല്ലോ. തൊപ്പി ധരിക്കുന്നത് ഒരു കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള സാധാരണ കാര്യം. അപ്പോൾ രണ്ട് ഡീക്കൻസ് ഷെമ്മാശന്മാരാണ് അവിടെ ഉള്ളത്. അവർ തമ്മിൽ ഒട്ടും ചർച്ചയില്ല. ആഴ്ചതോറും അച്ഛൻ കുർബാനയ്ക്കായിട്ട് വരും. അപ്പോൾ അച്ഛൻ വരുമ്പോൾ വെസ്ട്രി സൈഡ് റൂമിൽ കയറി തൊപ്പി ഊരുമ്പോൾ അത് വെക്കാനൊരു സ്ഥലമില്ല. അതിന് ഒരു ഡീക്കൻ എന്തോ ചെയ്തു, ഒരു മരയാണി, തടി കൊണ്ടുള്ള ഒരു ആണി ആ വോളിൻ്റെ ഒരു കോർണറിൽ അടിച്ചു. When the other deacon discovered the peg, he was outraged. മറ്റേ ഷെമ്മാശൻ ഇത് കണ്ടപ്പോൾ കലി പൂണ്ടു. അവൻ ചോദിച്ചു, how dare you put a peg without consulting me? നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നോട് ചോദിക്കാതെ ഇവിടെ ഒരു ആണി അടിക്കാൻ? The people in the church took sides and the congregation eventually split. Today the residents of Mayfield County still refer to the two churches as Peg Baptist Church and Anti-Peg Baptist Church. പെഗ് എന്ന് പറഞ്ഞാൽ മറ്റേതല്ല അല്ലേ? പെഗ് എന്ന് പറഞ്ഞാൽ മരയാണി എന്നാണ് അർത്ഥം. തടി കൊണ്ടുള്ള ഉണ്ടാക്കുന്ന ആണി, അതാണ് ഒരു അർത്ഥം. അപ്പോൾ പ്രശ്നം വളർന്നു വലുതായി. അപ്പോൾ ഒരു കൂട്ടർ ഒരു ഡീക്കൻ്റെ കൂടെ, ഒരു കൂട്ടർ മറ്റേ ഡീക്കൻ്റെ കൂടെ. ചുരുക്കി പറഞ്ഞാൽ ഈ പള്ളി രണ്ടായിട്ട് പിരിഞ്ഞു. ഒന്നെന്താണ്? പെഗ് മരയാണി ബാപ്റ്റിസ്റ്റ് ചർച്ച്, ആണി ഉള്ളടം. മറ്റോരോ ആൻറ്റി പെഗ് ബാപ്റ്റിസ്റ്റ് ചർച്ച്, ആണിക്ക് എതിരായിട്ടുള്ള ബാപ്റ്റിസ്റ്റ് ചർച്ച്. ഇത്രയും ഒന്നും ഇല്ലെങ്കിലും ചില കുഞ്ഞാണികളുടെ പേരിൽ ചില ഡിഫറൻസസ് നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. ഇറ്റ് ഈസ് ഹിസ്റ്ററി. ഇറ്റ് ഈസ് നോട്ട് എ തമാശ, നോട്ട് എ ജോക്ക്. ഇത് സംഭവിച്ച കാര്യമാണ്. അതാണ് വർഷവും സ്ഥലവും വരെ പറഞ്ഞത്. ഇന്ന് നാം ഏത് കാര്യങ്ങളിലാണ് വിഘടിച്ച് പോകുന്നത്? കാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ വിഘടനങ്ങളൊക്കെ? വളരെ ഗൗരവമായി ചിന്തിക്കും. ഇവൻ്റെ സൗഖ്യത്തിന് കാരണമായ രണ്ടാമത്തെ ചിന്ത, ദ യൂണിറ്റി ഓഫ് ദി ഫോർ പീപ്പിൾ. മുള്ളൻ പാരിഷ്, ഇഫ് വി സ്റ്റാൻഡ് യുണൈറ്റഡ്, still you can achieve many things. ഇനിയും നമുക്കൊത്തിരി കാര്യങ്ങൾ സാധിക്കാനുണ്ട്. നമുക്ക് ഒരുമയോടെ നിൽക്കാം. ഫൈനലി, to be extremely sincere in their deeds. എന്തുകൊണ്ടാണ് അവിടെ അത്ഭുതം നടന്നത്? ഒന്നാമതായിട്ട് നല്ല സൗഹൃദ കൂട്ടായ്മ. രണ്ട്, നല്ല യോജിപ്പ്. ഒരേപോലെയാണ് കട്ടിലിറക്കുന്നത്. ഒരാൾ നീട്ടിവിട്ടാൽ ഇവൻ്റെ കാര്യം പോക്കാണ്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നു, ഞാൻ ആദ്യമായി പട്ടമേറ്റ് ശുശ്രൂഷ ചെയ്ത വളരെ പുരാതനമായ ഒരു പള്ളി, തോമസ് അപ്പോസ്തലൻ സ്ഥാപിച്ചു എന്ന് പറയുന്ന ഒരു പള്ളി. നമുക്ക് രണ്ട് കൂട്ടരും കൂടെ അവിടെ ഉണ്ട്, രണ്ട് പള്ളിയുടെ ഇടയ്ക്ക്. അവിടെയുള്ള പള്ളിയിൽ ഞാൻ ഇരിക്കുമ്പോൾ അതിന് തൊട്ടടുത്തൊരു മർത്തോമ പള്ളിയുണ്ട്. പള്ളിപണി നടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു തർക്കം. അത് പറഞ്ഞാൽ മതിയായിരുന്നു, ഈ പെഗ് പറയണ്ടായിരുന്നു. ഇപ്പോഴാ ഓർത്ത്. കുറച്ച് പേര് പറഞ്ഞു, ഏറ്റവും മുകളിൽ വെക്കുന്ന കുരിശിൻ്റെ ഷെയ്പ്പ് ഇങ്ങനായിരിക്കണം. പക്ഷേ വാർത്ത് വന്നപ്പോൾ ഉദ്ദേശിച്ച ഷെയ്പ്പ് അല്ല നടന്ന സംഭവം. പേഴ്സണലായിട്ട് ചോദിച്ചാൽ പള്ളിയൊക്കെ പറഞ്ഞു തരാം. കുരിശ് കയറ്റി. അന്ന് രാത്രി മറ്റേ വിഭാഗം കുരിശിൽ കയറെറിഞ്ഞു പിടിപ്പിച്ച് വലിച്ച് താഴെയിട്ടു. നടന്ന സംഭവമാണ്. യൂണിറ്റി. ഒരുപോലെ ഇനിയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി അച്ചീവ് ചെയ്യാനുണ്ട്.
ടു ബി എക്സ്ട്രീംലി സിൻസിയർ ഇൻ ദെയർ ഡീഡ്സ്. അവര് അങ്ങേയറ്റം ആത്മാർത്ഥതയുള്ളവരായിരുന്നു അവരുടെ ജോലി. ഇവിടെ ശ്രദ്ധിക്കണമേ. ആഫ്റ്റർ ജീസസ് ഹീൽസ് ദിസ് പാരലിറ്റിക് മാൻ, we do not see any mention about 4 men in the gospel. ഈ സൗഖ്യം കിട്ടി എന്ന് പറഞ്ഞതിന് ശേഷം ഈ സുവിശേഷത്തിൽ ഒരിടത്ത് പോലും ഈ 4 മനുഷ്യരെ കുറിച്ച് ഒരു പരാമർശം ഇല്ല. സൗഖ്യമാകുന്നിടം വരെ അവരെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ ഫെയ്ത്തിനെ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അവരുടെ പ്രവൃത്തിയെ അംഗീകരിക്കുന്നു, മാനിക്കുന്നു, എല്ലാം ഉണ്ട്. പക്ഷേ സൗഖ്യത്തിന് ശേഷം ഈ 4 ആളുകളെ കുറിച്ച് ഒരു സെന്റൻസ് പോലും പറഞ്ഞിട്ടില്ല. ഇറ്റ് മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് they were either not in the picture after the miracle or did not want to be in the picture after the paralytic man was healed. ഒന്നുകിൽ അവര് മനഃപൂർവ്വം അവിടുന്ന് പോയി, അല്ലെങ്കിൽ അവർക്ക് ഈ സൗഖ്യപ്പെടുത്തിയവൻ്റെ കൂടെയുള്ള ഫോട്ടോ വേണ്ട. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെങ്കിലും ഒരു കൊച്ചു കാര്യം ചെയ്താൽ മറ്റുള്ളവരെ അറിയിക്കാൻ എന്തൊരു ത്വരയാണ്. എന്നാൽ നമ്മൾ ഇവരെ അവിടെ എങ്ങും യേശുവിൻ്റെ കൂടെ നിന്ന് ഇവനെയും കൂടെ നിർത്തി ഒരു ഫോട്ടോ എടുത്ത് ശാലോമി കൊടുക്കേണ്ടതല്ലേ? അവരെ കാണുന്നില്ല. വിത്ത് എക്സ്ട്രീം ജോയ് ആൻഡ് ഹാർട്ട്സ് ഫുൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് they might have walked out with the man who was healed. അങ്ങേയറ്റം നിറഞ്ഞ സന്തോഷത്തോടെ, നിറഞ്ഞ മനസ്സോടെ ഈ സൗഖ്യമായവനെയും കൂട്ടി അവരെ നടന്ന് അകന്നു കാണാം എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. We do not see them in the Gospels after the miracle. They did not wait there to be appreciated by anyone, nor did they make any claims for being the reason for the miracle. എല്ലാവരും അവരെ ഒന്ന് കൈ കൊടുക്കുന്നിടം വരെ വെയിറ്റ് ചെയ്തില്ല. കർത്താവ് സുഖപ്പെടുത്തിയതൊക്കെ ശരിയാ, പക്ഷെ ചുമന്നുകൊണ്ട് വന്നേ ആരാ? ഞങ്ങളില്ലായിരുന്നെങ്കിൽ ഇവിടെ വരാനൊക്കെയല്ലോ. ക്ലെയിംസ്. We are ordinary people making extraordinary claims. This act of 4 men points us to evaluate our deeds. ഈ 4 ആളുകളുടെ മനോഭാവം, നമ്മുടെ പ്രവൃത്തികളെ ഒന്ന് വിലയിരുത്താൻ. ഇത് പ്രിപ്പയർ ചെയ്തപ്പോൾ ദൈവം എന്നോട് സംസാരിക്കുകയായിരുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ആരാണ്ടാണെന്നുള്ള ഒരു ഭാവം നമ്മിൽ വന്ന് നിറയാൻ സാധ്യതയുണ്ട്. Many a times we become weak and make claims to be the reason for good things that happen in our presence. Sometimes without any of our participation. യാതൊരു കാര്യം ചെയ്ത് കാണത്തില്ല, പക്ഷേ ഫോട്ടോ എടുക്കുമ്പോൾ ഏറ്റവും മുമ്പിൽ. Many of us become so weak to pretend greatness in our gestures, even when we are aware about our limitations in our inner hearts. It is there we lose our sincerity, genuineness, and transparency in life. ആത്മാർത്ഥത നഷ്ടപ്പെടുന്നത് അവിടെയാണ്. ലെറ്റ് us conclude. 3 ചിന്തകളാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? നല്ല സൗഹൃദങ്ങളിൽ ആയിരിക്കും, നല്ല ഒരുമ വേണം. ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ സ്ഥലം വിട്ടേക്കണം. എല്ലാത്തിൻ്റെയും അവസാനം വരെ നിന്ന് പ്ലേക്കിൽ പേര് വയ്ക്കാനും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനും നിൽക്കരുത്.
ഡു യുവർ ഡ്യൂട്ടി, ലീവ് ദ പ്ലേസ്. ഈ കോവിഡ് കാലത്ത് എനിക്ക് ചിലരെ അറിയാം. കോവിഡ് ഏറ്റവും രൂക്ഷമായിരുന്നപ്പോൾ ഈ ഇടവകയിലെ പല വീടുകളിലും പ്രായമായ പുറത്തിറങ്ങാൻ കഴിയാത്തവർക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തവരെ എനിക്കറിയാം. അവരുടെ പേരൊന്നും റിപ്പോർട്ടിൽ അടിക്കുന്നില്ല, അവരുടെ പേരൊന്നും നമ്മൾ വാട്സാപ്പ് ചെയ്യുന്നില്ല. ഡു യുവർ ഡ്യൂട്ടി, ലീവ് ദ പ്ലേസ്, യുവർ റിവാർഡ് ഈസ് ഇൻ ഹെവൻ. സ്വർഗത്തിലാണ് നിന്റെ പ്രതിഫലം. ഇവിടെ മേടിക്കാൻ നിന്നാൽ അവിടെ കിട്ടത്തില്ല. Let us conclude. Lent being the time for self-evaluation. Let us evaluate our lives. നോമ്പ് നമ്മെ തന്നെ വിലയിരുത്താനുള്ള സമയമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം. Whether we are in right company. നമ്മൾ നല്ല സൗഹൃദങ്ങളിലാണോ ഈ നോമ്പ് കാലത്തും? സ്വന്തം സഹോദരനെക്കുറിച്ചും സ്വന്തം പ്രാർത്ഥനാ കൂട്ടത്തിലുള്ളവരെക്കുറിച്ചും സ്വന്തം കുടുംബത്തിലുള്ളവരെക്കുറിച്ചും അനാവശ്യം പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിലാണോ ഞാനും നിങ്ങളും? നമുക്കറിവില്ലാത്ത ആളുകളെക്കുറിച്ച് നമ്മുടെ കയ്യിലും ഫോണിലുമൊക്കെ വന്നു ചേരുന്ന വാർത്തകളെ അനേകർക്ക് ഫോർവേഡ് ചെയ്ത് രസിക്കുന്നവരാണോ നമ്മൾ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ വരുന്ന വാർത്തകളിലൊന്ന് എൻ്റെ കുഞ്ഞിനെ കുറിച്ചാണെങ്കിൽ ഞാൻ പ്രചരിപ്പിക്കുവോ? ഈ കാണുന്ന വൈകൃതങ്ങൾ ഏതെങ്കിലും ഒന്ന് എൻ്റെ മകനോ മകൾക്കോ ആണ് സംഭവിച്ചതെങ്കിൽ ഞാൻ പ്രചരിപ്പിക്കുവോ? ഞാൻ ഫോർവേഡ് ചെയ്യുമോ? എൻ്റെ കുടുംബത്തിലെ ഒരു അബദ്ധത്തെക്കുറിച്ചാണ് ഈ വാട്സാപ്പ് എങ്കിൽ ഞാനത് ഫോർവേഡ് ചെയ്ത് രസിക്കുവോ? ബി ഇൻ എ ഗുഡ് കമ്പനി, ബി എ ഗുഡ് ഫ്രണ്ട് ടു യുവർ നെയ്ബേഴ്സ്, ടു യുവർ ഫെലോ ബിലീവേഴ്സ്, ടു യുവർ ഫാമിലി മെമ്പേഴ്സ്. നല്ല സ്നേഹിതരാകാൻ നമുക്ക് തീരുമാനിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഈ ശാസ്ത്രിമാരെ പോലെയാണ്. നമ്മളെപ്പോഴും വിചാരിക്കും വി ആർ ഓൾ റൈച്ചസ് പീപ്പിൾ. ഒരിക്കൽ ഒരു ബിഷപ്പും ഒരച്ഛനും കൂടെ ഒരു പള്ളിയുടെ മുറ്റത്ത് സംസാരിച്ച് നിൽക്കുമ്പോൾ പള്ളിക്ക് പുറത്തുള്ള റോഡിലൂടെ നന്നായി മദ്യപിച്ച് ഒരു മനുഷ്യൻ നല്ല പുളിച്ച തെറി വിളിച്ച് നടന്നു പോകുകയാണ്. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, ഇവൻ എന്നും ഇങ്ങനെയാണ്, ഇതൊരു പള്ളിയാണെന്ന് പോലും ഒരു ചിന്തയില്ല. പള്ളിയുടെ പടിക്ക് കൂടെ പോകുമ്പോഴെങ്കിലും തെറി വിളിക്കാതെ പോകണ്ടേ? ഒരു കെട്ട മനുഷ്യനാണ്. അപ്പോൾ ബിഷപ്പ് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ, I am the one that goes, but by the grace of God. ആ നടന്നു പോകുന്നവൻ ഈ ബിഷപ്പ് കുപ്പായം ഇട്ടിരിക്കുന്ന ഞാനാകുമായിരുന്നു, ദൈവകൃപയില്ലായിരുന്നെങ്കിൽ. അതുകൊണ്ട് നമ്മുടെ മക്കൾ തെറ്റിപ്പോകാഞ്ഞത് നമ്മൾ നന്നായിട്ട് ഇത് വളർത്തിയതാണെന്ന് ആരും പറഞ്ഞേക്കല്ലേ. നമ്മുടെ കുഞ്ഞ് നമ്മൾ ആഗ്രഹിച്ച ആളിനെ കല്യാണം കഴിച്ചത് ഞാൻ അവനെ അല്ലെങ്കിൽ അവളെ അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞ് ആരും ഞെളിയരുത്. എൻ്റെ വീട്ടിൽ കുഴപ്പമൊന്നും ഇല്ലാത്തത് ഞാൻ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞ് ആരും ഗമയടിക്കരുത്. വേറൊരു വീട്ടിലെ കുഞ്ഞിന്റെ അബദ്ധസഞ്ചാരം ലോകത്തെ അറിയിക്കാൻ നീ വ്യഗ്രതപ്പെടരുത്. That is sin. നോമ്പ് നമ്മോട് ആവശ്യപ്പെടുന്നതാണ്. 3 കൊല്ലം കുർബാന ചൊല്ലിത്തന്ന വികാരി അച്ഛൻ പോയി കഴിയുമ്പോൾ അച്ഛനെ കുറിച്ച് വരുന്ന അപവാദങ്ങൾ നീ ഫോർവേഡ് ചെയ്യരുത്. That is sin. വിചാരിച്ചേക്കരുത് ഞാൻ ഏതാണ്ട് കേമനായതുകൊണ്ടാണ് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നതെന്ന്. I am the one that goes, but by the grace of God. എൻ്റെ പ്രായത്തിലുള്ള അനേകർ ആഗ്രഹിച്ചതാണ്, എനിക്കറിയാം. പക്ഷെ എല്ലാവർക്കും കിട്ടിയില്ല. എന്നാൽ കിട്ടിയത് എൻ്റെ മിടുക്കല്ല, ദൈവകൃപയാണ്. ഒരിക്കലും വേറൊരു കുടുംബത്തിൻ്റെ തകർച്ചയിൽ ഞാനും നിങ്ങളും സന്തോഷിക്കരുത്. Never celebrate the faults and flaws of your neighbor or your
family member or your friend. എൻ്റെ ശുശ്രൂഷയിലുടനീളം ഇങ്ങനെയുള്ളവരോട് ഒരു എക്സ്ട്രാ കെയർ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇപ്പോഴും കാണിക്കുകയാണ്. പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാച്ചാ? But I strongly believe I have a ministry to them. അവരോട് എനിക്കൊരു ശുശ്രൂഷയുണ്ട്. നല്ല സ്നേഹിതരാകണം, നല്ല കൂട്ടുകാരുണ്ടാവണം, ആരെയും ദ്വേഷിക്കരുത്. കാരണം നമ്മളെക്കുറിച്ച് ദ്വേഷിക്കാൻ എത്രയോ കാരണങ്ങളുണ്ട്. ക്രിസോസ്റ്റം തിരുമേനി ജയിലിൽ ചെന്നപ്പം പറഞ്ഞ പോലെ ഇത്രയേ ഉള്ളൂ, നീ അകത്ത് കിടക്കുന്നു, ഞാൻ പുറത്ത് നടക്കും. നിന്നെ പിടിച്ചതുകൊണ്ട് നീ അകത്ത്, എന്നെ പിടിക്കാത്തതുകൊണ്ട് ഞാൻ പുറത്ത്. അതല്ലേ സത്യം? അതല്ലേ സത്യം? എഴുതാനാണെങ്കിൽ എന്തെല്ലാം ഉണ്ട് നമ്മളെക്കുറിച്ച്, അല്ലേ? രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആർ യു എ സ്ട്രെച്ചർ കാരിയർ ഓർ എ സർമൺ ക്രിട്ടിക്? ബലഹീനതയുള്ള ഒരുത്തനെ താങ്ങുന്നവനാണോ നീ, അതോ ബലഹീനതയുള്ള ഒരുത്തന് വേണ്ടി പ്രവർത്തിക്കുന്നവനെ വിമർശിക്കുന്ന ഒരു വിമർശകനാണോ നീ? We cannot find a statue of a critic anywhere in the world, but we can see thousands of statues, people who help the other. ലോകത്തിലെങ്ങും ഒരു വിമർശകന്റെ പ്രതിമ വെച്ചിട്ടില്ല, എൻ്റെ അറിവിലില്ല. എന്നാൽ ലോകത്തിന് സംഭാവനകൾ നൽകിയവർ, ലോകത്തെ സ്നേഹിച്ചവർ, മറ്റുള്ളവരെ സ്നേഹിച്ചവർ, അവരുടെ പ്രതിമകൾ എവിടെയെല്ലാം ഉണ്ട്. ആർ യു എ സ്ട്രെച്ചർ കാരിയർ ഓർ എ സർമൺ ക്രിട്ടിക്? ഫൈനലി നമ്മളവിടെ കണ്ടത്, ഡു യുവർ ബെസ്റ്റ്, ലീവ് ദ പ്ലേസ്. നല്ലത് ചെയ്യുക, സ്ഥലം വിടുക, ബാക്കി ദൈവത്തിന്. ഈ 4 പേരെ കുറിച്ച് വേറെങ്ങും പിന്നെ പറഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും. നമ്മുടെ പ്രവർത്തികളെ ശോധന ചെയ്യേണ്ട നാളുകളാണ് നോമ്പുകാലം. മേ ഗോഡ് ഗ്രാന്റ് ദാറ്റ് യു ആൻഡ് ഐ become stretcher carriers and not mere sermon critics. നമുക്ക് ബലഹീനതയുള്ളവരെ വഹിക്കാം, ഒരിക്കലും ബലഹീനതയുള്ളവരെ ഡിസ്കാർഡ് ചെയ്ത് അവരെ ദൈവത്തിൽ നിന്ന് അകറ്റി അവരുടെ നന്മകൾ ബ്ലോക്ക് ചെയ്യുന്നവരായിട്ടല്ല, അവരെ വഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവരായിത്തീരാം. നമ്മുടെ ഏറിയായിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. സഹോദര, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഐ ആം വിത്ത് യു. സഹോദരി, ഐ ആം വിത്ത് യു. ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇതാ നോമ്പ്, നോവുള്ള അൻപ്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.